വൃക്ഷത്തൈ വിതരണ ഡ്രൈവ് സംഘടിപ്പിച്ച് MES ആസ്മാബി കോളേജ്. പ്രാദേശിക ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് വലിയ കരുത്തു പകർന്നുകൊണ്ട് വെസ്റ്റേൺ ഹാർട്സ് ഹോൺബിൽ ഫൗണ്ടേഷന്റെ കീഴിലുള്ള സെന്റർ ഫോർ ഇക്കോളജി, ടാക്സോണമി, കൺസർവേഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചും MES ആസ്മാബി കോളേജിലെ സസ്യശാസ്ത്ര ഗവേഷണ വിഭാഗവും സംയുക്തമായി വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിലെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപന പ്രവർത്തനത്തിനായി വൃക്ഷത്തൈ വിതരണ ഡ്രൈവ് സംഘടിപ്പിച്ചു. കാഡർ സമുദായത്തെ പങ്കാളിയാക്കിയുള്ള ഈ പുനഃസ്ഥാപന പ്രവർത്തനം വിവിധ പദ്ധതികളുടെ സംയോജനത്തിലൂടെയാണ് നടപ്പിലാക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ പുഴയോര ആവാസ വ്യവസ്ഥയിൽപ്പെട്ട വംശനാശ ഭീഷണി നേരിടുന്ന വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനാണ് ഈ പരിപാടി മുൻഗണന നൽകിയത്. സസ്യശാസ്ത്ര ഗവേഷണ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അമിതാഭ് ബച്ചൻ KHന്റെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘമാണ് ഈ തൈകൾ വിജയകരമായി മുളപ്പിച്ചെടുത്തത്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും UK ആസ്ഥാനമായുള്ള റഫർഡ് ഫൗണ്ടേഷനുമാണ് ഇതിനാവശ്യമായ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ നൽകിയത്. വിതരണം ചെയ്ത അപൂർവ സസ്യങ്ങളിൽ സൈസിജിയം ഓക്സിഡന്റൽ, ഹംബോൾഡിയ വഹിയാന, സിനമോമം റിപ്പാരിയം, അപ്പോറോസ ബോർഡിലോനി, ഹെഡ്നോകാർപ്പസ് പെൻഡാഡ്രസ് തുടങ്ങിയ വംശനാശ ഭീഷണി നേരിടുന്ന ഇനങ്ങളും അവയോടൊപ്പം വളരുന്ന ഡയോസ്പോറസ് പ്രുമനാറ്റ, പ്രിയോറിയ പിന്നാറ്റ, വാറ്റേറിയ ഇൻഡിക്ക, ബക്കോറിയ കോട്ടലൻസിസ് തുടങ്ങിയ പ്രധാന അനുബന്ധ വൃക്ഷത്തൈകളും ഉൾപ്പെടുന്നു. ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം MES എയ്ഡഡ് കോളേജുകളുടെ കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ KA ഹാഷിം നിർവഹിച്ചു. പുനഃസ്ഥാപന നടീൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൈകൾ വിതരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അതീവ വംശനാശ ഭീഷണി നേരിടുന്ന സൈസിജിയം ഓക്സിഡന്റയിലിന്റെ തൈ MES ആസ്മാബി കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സമീന കളത്തോടിക്ക് നൽകി ഡോക്ടർ ഹാഷിം ഔപചാരികമായി കൈമാറി. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഭാരവാഹികളായ കേരള MES ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, MES എയ്ഡഡ് കോളേജുകളുടെ അക്കാദമിക് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ A ബിജു, MES തൃശൂർ പ്രസിഡന്റ് PK മുഹമ്മദ് ഷമീർ, MES ആസ്മാബി കോളേജ് സെക്രട്ടറിയും കറസ്പോണ്ടന്റുമായ VM ഷൈൻ, ട്രഷറർ PS മുജീബ് റഹ്മാൻ, ജമാലുദ്ദീൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. വാഴച്ചാൽ പോലുള്ള നിർണായക വനമേഖലകളിൽ ദീർഘകാല സസ്യജീവി ആവാസ വ്യവസ്ഥകളുടെ വീണ്ടെടുപ്പ് ഉറപ്പാക്കാൻ തൊഴിലുറപ്പ് പദ്ധതി, പ്രാദേശിക ആദിവാസി സമുദായങ്ങൾ, കേരള വനം വകുപ്പ്, മറ്റു പങ്കാളികൾ, നാട്ടുകാർ എന്നിവരുടെ സജീവ പങ്കാളിത്തം സംയോജിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം സംഘാടകർ ചടങ്ങിൽ വ്യക്തമാക്കി.